പലതരത്തിലുള്ള തട്ടിപ്പിന്റെ വിവരങ്ങൾ പല ദേശങ്ങളിൽ നിന്ന് നാം കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അത്തരത്തിലേക്ക് ചേർത്ത് വെക്കാവുന്ന ഒരു തട്ടിപ്പിന്റെ വിവരമാണ് ഇപ്പോൾ കർണാടകയിലെ യാദഗിരി ജില്ലയിൽ നിന്നും പുറത്തു വരുന്നത്. സ്ഥിരം പയറ്റുന്ന നോട്ടിരട്ടിപ്പ് തട്ടിപ്പ് തന്നെയാണ് ഇവിടെയും ഈ തട്ടിപ്പുകാർ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ 1 ലക്ഷം രൂപ നൽകിയാൽ 10 ലക്ഷം രൂപ തിരികെ നൽകുമെന്നുള്ളതാണ് വാഗ്ദാനം. ഇതിനായി ചില പൂജകളും മന്ത്രങ്ങളും എല്ലാം നടത്തണം എന്നുള്ളതും വിശ്വസിപ്പിക്കും. തുടർന്ന് പ്രത്യേകം സജ്ജമാക്കിയ ഒരു മുറിയിലേക്ക് ഇവരെ വിളിച്ചു വരുത്തും. തുടർന്ന് മന്ത്രങ്ങൾ ചൊല്ലും. മന്ത്രത്തിന്റെ അവസാന ഘട്ടത്തിൽ മുറിക്കുള്ളിലേക്ക് നോട്ടുകൾ പറന്നിറങ്ങാൻ തുടങ്ങും. ഈ 500 രൂപയുടെ നോട്ടുകളാണ് ഇത്തരത്തിൽ പറന്നിറങ്ങുന്നത്. ഈ പണം വാഗ്ദാനം ചെയ്ത പോലെ തന്നെ 10 ലക്ഷം രൂപ നൽകി ഇവരെ യാത്രയാക്കുകയും ചെയ്യും. ഇതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കൂടുതൽ ആളുകൾ വിശ്വസിച്ചെത്തും, അവരെയും ഈ തട്ടിപ്പിനിരയാക്കും. അതെല്ലാം കഴിഞ്ഞ് ഈ പണം ചെലവാക്കാൻ വേണ്ടി ചിലർ എത്തിയപ്പോഴാണ് ഈ തട്ടിപ്പിന്റെ യഥാർത്ഥ മുഖം മനസ്സിലാവുന്നത്. കാരണം കിട്ടിയത് കള്ളനോട്ടുകളായിരുന്നു. തുടർന്ന് നാട്ടുകാർ സംഘടിച്ചു. അന്വേഷണമായി. ഈ അന്വേഷണത്തിനുള്ളിൽ ഒരാളെ ഈ സംഘത്തിൽ നിന്ന് പിടികൂടി. ഇവരെല്ലാം സന്യാസവേഷം ധരിച്ച് തട്ടിപ്പ് നടത്തുന്ന ആളുകളാണ്. ഇവരിൽ നിന്നും ഒരാളെ പിടികൂടി നാട്ടുകാർ നല്ലോണം കൈകാര്യം ചെയ്ത് തന്നെ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. പക്ഷേ മറ്റൊരു രസകരമായ സന്നിധി, പോലീസ് ഇവരെ കൈക്കൂലി വാങ്ങി വിട്ടയച്ചു എന്നുള്ളതാണ്. ഇതിന് പിന്നാലെയാണ് പോലീസിൽ തിരിച്ചറിഞ്ഞത് തങ്ങൾക്കും കിട്ടിയത് കള്ളനോട്ടാണെന്ന്. എന്തായാലും പറ്റിയ അമളി തിരിച്ചറിഞ്ഞതോടെ പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ള തട്ടിപ്പുകാരെ ഉടൻ പിടികൂടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.